നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന കുറച്ച് റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ വെറും 4 വയസ്സുള്ള കുരുന്നന് ദാരുണാന്ത്യം. പാറശാലയ്ക്ക് സമീപം പരശുവയ്ക്കൽ പനയറയ്ക്കലിൽ രജിൻ ധന്യ ദമ്പതികളുടെ ഏക മകനായ ഇമാനാണ് പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ചത്. തലക്കേറ്റ് ഗുരുതര പരിക്കാണ് മരണകാരണമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. മാരായമുട്ടം ഗവൺമെന്റ് LPS സ്കൂളിലെ നഴ്സറി വിദ്യാർത്ഥിയായിരുന്നു ഇമാൻ. ചൊവ്വാഴ്ച രാവിലെ നഴ്സറിയിൽ കൊണ്ടുപോകുന്നതിനായി വീടിനുള്ളിൽ നിന്ന് പിതാവ് ഇമാനെ കയ്യിലെടുത്ത് പുറത്തിറങ്ങവേ വീടിനുള്ളിൽ കിടന്ന കളിപ്പാട്ടത്തിൽ ചവിട്ടി അച്ഛൻ കാൽ വഴുതി വീടിനുള്ളിൽ വീണു. വീഴ്ചയിൽ പിതാവിന്റെ കയ്യിൽ നിന്ന് ഇമാൻ താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇമാനെ തിരുവനന്തപുരം SIT ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ശസ്ത്രക്രിയ നടത്തിയെങ്കിലും കുഞ്ഞിന് ജീവൻ രക്ഷിക്കാനായില്ല. ചൊവ്വാഴ്ച രാത്രിയോടെയാണ് ഇമാൻ മരിച്ചത്. ഇതിനിടെ തന്നെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അച്ഛൻ വലിച്ചുപേക്ഷിച്ച ബീഡിക്കുറ്റി തൊണ്ടയിൽ കുടുങ്ങി 10 മാസം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. കർണാടകയിലെ മംഗളൂരുവിലാണ് ഈ സംഭവം. ഈവന്റ് സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിന്റെ അശ്രദ്ധയാണ് പിഞ്ചു കുഞ്ഞിന്റെ ദാരുണാന്ത്യത്തിന് കാരണമായത്. സംഭവത്തിൽ കുഞ്ഞിന്റെ അമ്മ ഭർത്താവിനെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ബീഹാറിലെ അദ്യാർ സ്വദേശികളായ ദമ്പതികളുടെ 10 മാസം പ്രായമുള്ള അനീഷ് കുമാർ എന്ന ആൺകുഞ്ഞാണ് മരിച്ചത്. ജൂൺ 14 സംഭവം. അതിഥി തൊഴിലാളികളായ ദമ്പതികൾ മംഗളൂരിലാണ് താമസിച്ചിരുന്നത്. ജൂൺ 14 ഉച്ചയോടെയാണ് കുഞ്ഞ് അസ്വസ്ഥതകൾ കാണിച്ചത്. പിന്നാലെ ദമ്പതികൾ കുട്ടിയെ ബെൻലോക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ചികിത്സയിൽ കഴിയുന്നതിടെ ജൂൺ 15 കുട്ടി മരണപ്പെട്ടത്. കുഞ്ഞ് ബീഡിക്കുറ്റി വിഴുങ്ങിയതായി വ്യക്തമായതിന് പിന്നാലെയാണ് യുവതി ബംഗളൂരു പോലീസിൽ പരാതി നൽകിയത്. കുട്ടി ഇഴഞ്ഞു തുടങ്ങുന്നതും സാധനങ്ങൾ പിടിക്കാനും ശ്രമിക്കുന്നതിനാൽ സാധനങ്ങൾ പ്രത്യേകിച്ച് ബീഡിക്കുറ്റി അലക്ഷ്യമായി എറിയരുതെന്ന് ഭർത്താവിനോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നതെന്നും ഭർത്താവിന്റെ അശ്രദ്ധമായ പെരുമാറ്റമാണ് കുഞ്ഞിന്റെ ജീവൻ പോകുവാൻ കാരണമായതെന്നും യുവതി പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടെ മറ്റൊരു വാർത്ത വരുന്നുണ്ട്. മൂവർ സംഘം 2 ജീവൻ രക്ഷിച്ച വാർത്തയാണ് പുറത്തുവരുന്നത്. അപകടത്തിൽ പരിക്കേറ്റ് മുങ്ങിത്താഴ്ന്ന വിദ്യാർത്ഥികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കയറ്റിയ മിടുക്കന്മാരാണിപ്പോൾ നാട്ടിലെ ഹീറോകൾ. കൊടിഞ്ഞി കടുവാളൂർ സ്വദേശി കിഴുവീട്ടിൽ അബ്ബാസ് ഫാത്തിമ ദമ്പതികളുടെ മകൻ അൻസിൽ, കടുവാളൂർ ഒറ്റിപ്പടത്തിൽ അബുവിന്റെ മകൻ മുഹമ്മദ് സഹദ്, വെന്നിയൂർ കൊടിമരം കൊയ്യപ്പ കോലൌത്ത് അബ്ദുൾ ഗഫൂർ പാത്തൂർ സറീന ദമ്പതികളുടെ മകൻ ഷാസിൻ മുഹമ്മദ് എന്നിവരാണ് മാതൃകാപരമായ മനസ്ഥാന്യത്തിന് പ്രശംസ ഏറ്റുവാങ്ങുന്നത്. കടുവാളൂർ ഒറ്റത്തിങ്ങൽ സിദ്ദിഖിന്റെ മകൾ മുസ്ലിഫ, ഒറ്റത്തിങ്ങൽ ഉസ്മാന്റെ മകൾ റിഫ്ത എന്നിവരെയാണ് മരണക്കയത്തിൽ നിന്ന് മൂവരും ചേർന്ന് ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 കൊടിഞ്ഞി കടുവാളൂർ കുറ്റിയത്ത് കുളത്തിലായിരുന്ന നാടിന് നടുക്കിയ സംഭവത്തിൽ മുസ്ലിഫ, ഒറ്റത്തിങ്ങൽ റിഫ്ത, കിഴുവീട്ടിൽ അൻസിൽ, പാത്തൂർ മുഹമ്മദ് റസീൻ, ഒറ്റപ്പടത്തിൽ മുഹമ്മദ് സഫർ, പയക്കര അന്നത്ത്, വെന്നിയൂർ കൊടിമരം കൊയ്യപ്പ കോലത്ത് ഷഹസിൽ എന്നിവർക്ക് പരിക്കേറ്റിരുന്നു. ഇവർ കുളിച്ചുകൊണ്ടിരിക്കെ തൊട്ടടുത്ത് എഴുവൻതൊടി മൊയ്തീൻകുട്ടിയുടെ വീടിന്റെ അടുക്കള ഭാഗവും മുറ്റത്തിന്റെ ഭിത്തിയും അടക്കം തകർന്ന് കുളത്തിൽ പതിക്കുകയായിരുന്നു. ഭിത്തിയുടെ കല്ല് തലയിൽ വീണ ഗുരുതര പരിക്കേറ്റ മുസ്ലിഫയും റിഫ്തയും 15 മീറ്ററോളം താഴ്ചയുള്ള കുളത്തിലേക്ക് താഴ്ന്നു. എന്നാൽ തലയ്ക്ക് സാരമായി പരിക്കേറ്റ അൻസിലും സഹദും ഷാസിൻ മുഹമ്മദും തങ്ങളുടെ പരിക്ക് കാര്യമാക്കാതെ ഇരുവരെയും പിടിച്ചു കരയിലേക്ക് മാറ്റുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരും ബന്ധുക്കളും ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. സംഭവശേഷം നാട്ടുകാർക്കിടയിൽ മൂവർക്കും ഹീറോ പരിവേഷമാണുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.